Hello, welcome to Nisha's Online Academy. നമ്മൾ ഇന്ന് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് PYQ. അപ്പോൾ നമ്മൾ 24 ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു 27 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ. ഇനി അതേപോലെ തന്നെ ഒരു 27 ക്വസ്റ്റ്യൻസ് ഇതിലും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യാണ്, ഇനി നമ്മൾ പഠിക്കും തോറും കൂടുതൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, എക്സാംസ് വളരെ അടുത്തു. ഇതും കോമൺ പേപ്പറാണ്, ഈ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. സോ ഫസ്റ്റ് പേപ്പർ സമയങ്ങൾ തന്നെ വരും, ആദ്യത്തെ എക്സാം ഒക്കെ ആയിട്ട് തന്നെ ഇത് വരുന്നുണ്ടാവും. സോ നമുക്ക് നോക്കാം. മാർച്ച് 2023 സെക്ഷൻ എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിനെ ഒന്ന് നമുക്ക് നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്നലെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു അല്ലേ? ഇന്റേണൽ ചെക്കിങ്ങും നമ്മൾ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇന്റേണൽ ഒരു ടീം പീപ്പിൾ ഉണ്ടാവും. ദേ വിൽ ഓട്ടോമാറ്റിക്കലി ചെക്ക് ദി വർക്ക് ഓഫ് വൺ പേഴ്സൺ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. കാരണം ഞാൻ ചെയ്തൊരു വർക്ക് ഓട്ടോമാറ്റിക്കലി അതൊന്നും വേറൊരാളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു പോകും ഇന്റേണലി. അപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്റേണലി ദ എംപ്ലോയീസ് വിൽ ക്രോസ് ചെക്ക് വൺസ് വർക്ക് വിത്ത് ദി അതർ. ഇതിനൊരു ടീം ഉണ്ടാവും, ഇന്റേണൽ ഓഡിറ്റ് ടീം ഉണ്ടാവും. സോ അവരത് ചെക്ക് ചെയ്യും. സോ അതെന്ന് വെച്ചാൽ എറേഴ്സൊക്കെ ഫ്രോഡ്സൊക്കെ പെട്ടെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യും, നേരത്തെ കൂട്ടി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. സോ നാച്ചുറലി നമ്മുടെ അക്കൗണ്ട്സ് കൂടുതലും ആക്യുറേറ്റും റിലയബിളും ആയിരിക്കും എന്നുള്ളതാണ്. സോ വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി. സോ ഇൻസൈഡ്, അതുകൊണ്ടാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡർ പാർട്ടിയാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വെരി റോങ് പ്രോസസ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് പണിഷബിൾ ആൻഡ് ഇല്ലീഗൽ എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത് എന്താണെന്ന് വെച്ചാൽ തമ്മിൽ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡയറക്ടേഴ്സും എംപ്ലോയീസ് അല്ലെങ്കിൽ ഇൻസൈഡ് ഉള്ള വേറെ വല്ല ടീം ഓഫ് ആൾക്കാർ ഇവർ തമ്മിൽ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ഷെയർസ് ചെയ്യുമ്പോഴാണ് ദാറ്റ് ഈസ് നോൺ ആസ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ അണ്ടർ ദി സെക്യൂരിറ്റീസ് ലോ. ഓക്കെ, സോ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കോർപ്പറേറ്റ് ഗവർണൻസിൽ 3 വേർഡാണ്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എൻഷുറിങ് ട്രാൻസ്പാരൻസി. എല്ലാ കാര്യങ്ങളും തുറന്ന് ഗവൺമെൻറ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ, അവരുടെ ഓരോ കാര്യങ്ങളും ഓരോ സ്കീമുകളൊക്കെ എന്താണ് എന്നൊക്കെയുള്ളത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അവർ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം ആൻഡ് ഫെയർനെസ് ഉണ്ടായിരിക്കും. സോ ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫെയർനെസ് ആണ് എന്ത് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന വേർഡിൽ ഉണ്ടാവുക. സോ ഇത് എല്ലാ കമ്പനികളിലും അത് എൻഷുർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോർപ്പറേറ്റ് ഗവർണൻസ്. അതാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് തന്നെ പേര്. ഓക്കെ, സോ ഏത് വേർഡുകളാണ് മറക്കരുത്? ട്രാൻസ്പാരൻസി എന്നുള്ള വേർഡ്, അക്കൗണ്ടബിലിറ്റി എന്നുള്ള വേർഡ്, അതേപോലെ തന്നെ ഫെയർനെസ്. ഇത് 3ഉം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ്. ഇത് 3ഉം ഇല്ലാതെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു ആൻസർ നമ്മൾ എഴുതാൻ പാടില്ല. ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫെയർനെസ്. ഇനി എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? നമ്മൾ കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിക്വയർഡ് ബൈ ദി ലോ. ആരൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞാണ് കമ്പനീസ്, ബാങ്ക്, ഇൻഷുറൻസ്, ഗവൺമെൻറ് ഓഡിറ്റ്. നിർബന്ധമായും അവർ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്ററെ വെച്ചിട്ട് അവർ എന്ത് ചെയ്യണം? അവർ ഓഡിറ്റ് ചെയ്തിരിക്കണം. അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ളത് അവർ അതിൽ ഡിക്ലെയർ ചെയ്യും. വാട്ട് ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? ഇന്നലെയും പഠിച്ചതാണ്. നോക്കി നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് അല്ലേ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് എന്നുണ്ടായിരുന്നു ഇന്നലെ. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. എറർ ഓഫ് കമ്മീഷൻ റോങ് എന്ന് പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, റോങ് അക്കൗണ്ട്, റോങ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അവിടെ ചോദിച്ചത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയുന്നില്ല, IFRS സ്റ്റേറ്റ്മെൻറ്റ്സ്, അക്കൗണ്ടിങ് ലോസ് അറിയുന്നില്ല. സോ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ഇസ് ഇഗ്നോർഡ്. എന്നിട്ട് അക്കൗണ്ട്സ് തെറ്റെഴുതുക. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്? മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഇവാലുവേറ്റ്സ് ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് എൻഷുർ ചെയ്യണ്ടേ?
അപ്പോൾ അവരുടെ ഓരോ പോളിസീസ്, അവരുടെ ഡിസിഷൻസ്, പെർഫോമൻസ് ഒക്കെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഓഡിറ്റ്, അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഇഫക്റ്റീവ്നെസ് കുറച്ചും കൂടി കൂട്ടും, മാനേജീരിയൽ ഇഫക്റ്റീവ്നെസ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്? നമ്മൾ ഫസ്റ്റ് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു, ടു വെരിഫൈ ദി ആക്യുറസി ഓഫ് ദി അക്കൗണ്ട്സ്. പിന്നെ എന്താണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ എന്നുള്ളത് നോക്കുക. എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. To check with the true and fair, whether the accounts are true and fair, to check the accuracy of the accounts. It also helps to detect the errors and frauds. What is whistle blowing? നമ്മൾ ചില ഓർഗനൈസേഷനിലോ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്താണോ പറയാൻ വിചാരിച്ചാൽ അതുകൊണ്ട് വിളിച്ചു പറഞ്ഞേക്കും. നമ്മൾ ചിലവർ ആലോചിക്കും, ഓ ഇതെങ്ങനെയാ പറയുക, ഇത് പറഞ്ഞാൽ ബുദ്ധി, ശരിക്കും സത്യമാണത്. പക്ഷെ ആര് പറയും, പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും. അതുപോലെയാണ് വിസിൽ ബ്ലോവേഴ്സ്, ഭയങ്കര ഗുണങ്ങളാണ്. അവരെന്താ വെച്ചാൽ അവർ വിളിച്ചു പറഞ്ഞോളും കാര്യങ്ങൾ. ഇറ്റ് ഈസ് സോ വിസിൽ ബ്ലോയിങ് മീൻസ് റിപ്പോർട്ടിംഗ് അൺഎത്തിക്കൽ ഓർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ശരിയല്ല എന്ന് കാണുന്ന സാധനങ്ങളെ എല്ലാവരും ഒന്നും വിളിച്ചു പറയാറില്ല ഇത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ ചിലവർ അങ്ങനെയല്ല, പെട്ടെന്ന് ടക്ക് എന്നത് പറയും, ഇത് ശരിയല്ല എന്ന് പറയും. അത് എവിടെ വേണമെങ്കിലും അവർ വിളിച്ചു പറയും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, വിസിൽ ബ്ലോയിങ്. വിസിൽ ബ്ലോയിങ് മീൻസ് റിപ്പോർട്ടിംഗ് unethical or illegal activities in an organization. It is usually done by employees. അപ്പോൾ നാച്ചുറലി അങ്ങനെ അപ്പോൾ ട്രാൻസ്പാരൻസി ഒന്നും പുറത്തേക്ക് വന്നില്ലേ എല്ലാം, അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അന്വേഷണങ്ങളൊക്കെ തുടങ്ങും. സോ ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യും. സോ ആ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിസിൽ ബ്ലോവേഴ്സ് എന്നാ പറയാം. Whistle blowing is a process of reporting unethical or illegal activities. It is usually done by employees. It ensures transparency and CGR, corporate governance report, അല്ലേ? ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, റിലയബിലിറ്റി, ഇതൊക്കെയാണ് അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. സോ അവർ റിപ്പോർട്ട് ചെയ്യും ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും ട്രാൻസ്പാരൻസി ഉണ്ട്, അവർ ഗവൺമെൻറ് റൂൾസൊക്കെ അനുസരിക്കുന്നുണ്ട്, കംപ്ലയൻസ് ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ട്രാൻസ്പാരൻസി അവർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട് ഈസ് എ ഡിസ്ക്ലോഷർ അബൌട്ട് ഗവൺമെൻറ് പ്രാക്ടീസസ് ഓഫ് എ കമ്പനി. Governance practice, government അല്ല കേട്ടോ, governance practice. It shows compliance with the governance rules. It increases transparency to stakeholders. Okay, അതായത് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പാരൻസി ഉണ്ട്, അത് എല്ലാം കാര്യങ്ങളും തുറന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പറയുന്നതുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ടാക്കി തരും. Green governance. Green governance refers to corporate practices that protect environment. ഞാൻ ഓർമ്മയുണ്ടോ എന്നും പറയുന്നത് ഗ്രീൻ ഗവർണൻസ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റിംഗ് എൻവയൺമെൻറ്റ്, സസ്റ്റൈനബിലിറ്റി, ഈ വേർഡൊക്കെ എഴുതണം. ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ്. വാട്ട് ഈസ് എ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്? ഒരു കമ്പനിയും അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിൽ എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുക, ലിസ്റ്റിംഗ് എന്ന് പറയുക. ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയുടെ മാത്രമാണ് ഷെയർസ് ഫ്ലോറിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് അവിടെ അൺലിസ്റ്റഡ് കമ്പനീസ് എന്നാണ് പറയുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻ ഓഡിറ്റ് കമ്മിറ്റി? ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ എന്താ? സൂപ്പർവൈസ് ചെയ്യുക, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഓഡിറ്റിംഗ് പ്രോസസ്സും നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക. ട്രാൻസ്പാരൻസി ആൻഡ് കംപ്ലയൻസ് അനുസരിച്ചല്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ചല്ലേ നടക്കുന്നത് നോക്കുക. നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ് അത്. സ്റ്റുവേർഡ്ഷിപ്പ് തിയറി, ഇന്നലെ എസ് ഐ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ഏജൻസി തിയറി, സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്നൊക്കെ പറഞ്ഞു. ഈ സ്റ്റുവേർഡ്ഷിപ്പ് തിയറിയിൽ ദ മാനേജേഴ്സ് ആക്ട് ആസ് എ റെസ്പോൺസിബിൾ സ്റ്റുവേർഡ്സ്. അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി ഭയങ്കര ട്രസ്റ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റിയും എംഫസൈസ് ചെയ്യും. Vouching is a verification of accounting entries with documents. ഓരോ അക്കൗണ്ടിങ് എൻട്രിക്കും അതിൻ്റെ റെസീറ്റോ വൗച്ചറോ നോക്കി വെരിഫൈ ചെയ്യുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയാം. ഓത്തൻറ്റിസിറ്റി കൂട്ടും, എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഫിഫോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മുടെ കടയിലേക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ഇൻ, കടയിലെ റാക്കുകളിലൊക്കെ വാങ്ങി നമ്മൾ ഒരാൾ വന്ന് സാധനം ചോദിക്കുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കും, കടയിൽ നിന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഏറ്റവും ആദ്യം നമ്മുടെ കടയിലേക്ക് വന്നതിനെയാണ് നമ്മൾ സെയിൽ വരുമ്പോൾ ആദ്യം എടുത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ മാഗിയൊക്കെ വന്നു, മൺഡേ വന്നു, ട്യൂസ്ഡേ വന്നു, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മാഗി വന്നു, റാക്കിലൊക്കെ വന്നു. അപ്പോൾ തേഴ്സ്ഡേ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മൺഡേ വന്ന മാഗിയാണ് എടുത്ത് കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് ഏതാണോ കടയിലേക്ക് വന്നത് അത് തന്നെയാണ് ഫസ്റ്റ് എടുത്ത് കൊടുക്കേണ്ടത്. സോ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് FIFO method. It assumes that
ഫസ്റ്റ് ഗുഡ്സ് പർച്ചേസ്ഡ് ആർ സോൾഡ് ഫസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻവെൻട്രി വാല്യൂ. നമ്മൾ എടുത്തൊക്കെ ബുധനാഴ്ചയിലത്തെയോ, പക്ഷേ കണക്ക് ഏത് റേറ്റ് വേണം? തിങ്കളാഴ്ച വന്ന മാഗിയുടെ കണക്കാണ് സ്റ്റോക്കിലേക്ക് കാണിക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇത് സെക്ഷൻ എ മാത്രമാണ് ചെയ്തത്. സെക്ഷൻ എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നന്നായി നോക്കണം. അതേപോലെ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ എൻഡിലേക്ക് വരെ ഒരു ഇതും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വ്യൂ ചെയ്യുക, ടെലഗ്രാമിൽ അതിൻ്റെ നോട്ട്സുകൾ ഇടാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങണം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഡൗട്ട്സുകൾ ഇടണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതാവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു. ബൈ.